ഹായ് ഗൈസ്, നമ്മളിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മാമൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്, അതായത് മാമൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് ബീഫ് ബിരിയാണി. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാര ദിവസമാണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഓക്കെ, വാ. അല്ല, രണ്ടും വാങ്ങി എന്നിട്ട് ഒരെണ്ണം റൂമിൽ വെച്ച് ഒരെണ്ണം എടുത്ത് ഇവിടെ രണ്ടുപേരും മത്സരിച്ച് മുറിക്കുകയാണ്. ഒരാൾ ഉള്ളി മുറിക്കുന്നു, ഒരാൾ നോക്കി നിൽക്കുന്നു, ഒരാൾ തക്കാളി മുറിക്കുന്നു. ഞങ്ങൾ ബീഫ് മസാല വേണ്ടി അടുപ്പത്ത് വെച്ച് ചൂടായുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ നോക്കിയിട്ട് ഒഴിക്കണം. എൻ്റെ കണ്ണ സീരിച്ച് അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് മാമൻ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ മാമനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബബുദേച്ചിയാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. അങ്ങനെ മാമനതാ നമ്മൾ എണ്ണ ഒഴിച്ചതിലേക്ക് നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്നുണ്ട്. ഉള്ളി നമ്മുടെ ജിബിയും നവനേട്ടനും കൂടി അരിഞ്ഞത് ഉള്ളിയാണ്, അത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ബിരിയാണി ആക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ എന്താ പറയുക ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ വല്യമ്മയുണ്ട്, പട്ടൂർന്ന് വന്നിട്ടുണ്ട്. ഇതാ എൻ്റെ അമ്മ അങ്ങ് നോക്കുന്നുണ്ട്, ഗീതാൻ്റി ഉണ്ട്, പിന്നെ ലിന്നയുണ്ട്, ഇതാ നമ്മുടെ ജിബി ഉണ്ട് അല്ലേ, മീനൂസ് ഉണ്ട്, നൈജിലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാ നമ്മളങ്ങനെ ഉള്ളി ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഉള്ളി വഴറ്റുന്നു. ഇത് വറുത്തെടുക്കുന്നതാണ് മാമൻ പറഞ്ഞത്, വഴറ്റിലല്ല വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബീഫ് മസാല നമ്മളെ ബീഫിൽ ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബീഫ് മസാല ഉണ്ടാക്കിയത്. ഓക്കെ മാമ, എത്ര കിലോ നമ്മളിപ്പോൾ ആക്കുന്നത്? 4 കിലോ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീഫ് എത്ര 4 കിലോ ആണ്, 5 കിലോ അരി. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ക്. പിന്നെ ബാക്കി നമ്മൾ ഓരോന്ന് മാമനിന് ഇതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് കാണാം. നമ്മൾ വറുത്ത് വെച്ച ഇതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ നമ്മൾ കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച്. നമ്മൾ അതിലേക്ക് മസാല ആക്കാൻ വേണ്ടി നമ്മൾ സവാള വീണ്ടും എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പകുതി വെളിച്ചെണ്ണ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് വീണ്ടും നമ്മൾ സവാള ചേർക്കുന്നത്. വലിയമാടി ഇരുന്നോ, തട്ടിപ്പോലെ ഏകദേശം സവാള ഇട്ട ശേഷം ചെറിയുള്ളി, ഒരു 1/4 കിലോ ചെറിയുള്ളി നമ്മൾ വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പണിപ്പുരയിൽ നമ്മുടെ എൻ്റെ ഏട്ടത്തിയുണ്ട് ഇവിടെ, ബിന്ദുവേച്ചി, അതേപോലെ എൻ്റെ വല്യമ്മയുണ്ട്, വല്യപ്പം വന്നിട്ടുണ്ട്, നമ്മൾ അലുവിയുണ്ട്, അല്ലൂസ് ഉണ്ട്. വഴറ്റി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ചൂടോടെ ഇടുന്നു. ഓക്കെ, ഇത് എത്ര കിലോ തക്കാളിയാ മാമ? തക്കാളി എത്ര? ഇത് ഉള്ളി ഇത് 2 കിലോ തക്കാളി തോന്നും അല്ലേ? മസാല നമുക്ക് കോരിയെടുക്കാം അല്ലേ? മസാല കോരി വെക്കാം. ഇതിന് ഇത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൽ ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഇളക്കി കേട്ടോ, കിച്ചണിൽ ഇളക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മളെ വലിയ മാമൻ എത്തിയിട്ടുണ്ട്. മാമൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാമന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി തക്കാളി നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കാൻ പറ്റൂല, അത് ഇടുന്നുണ്ട്. ഓക്കെ. ബിരിയാണിയാക്കാൻ വേണ്ടി കുക്കറിൽ വേവിച്ച ബീഫാണ് കേട്ടോ ഇത്. കറിവേപ്പില, മല്ലിയില, പുതിനയില. കാരണം ഇത് ഒരുപാട് വെള്ളമുണ്ട്. ബീഫ് തട്ടുന്നത് വെക്കാൻ വേണ്ടി ഇപ്പോഴേ തട്ടുന്നു. മറ്റേ ബീഫ് എടുക്കേ വെള്ളം ഇല്ല ഇല്ല. അങ്ങനെ നമ്മൾ മുഴുവൻ ബീഫ് വേവിച്ച ബീഫ് കഷ്ണങ്ങൾ നമ്മൾ തയ്യാറാക്കി മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വേവണം. ഒന്നും കൂടി ഓൾറെഡി വെന്ത സാധനമാണ്, എന്നാലൊന്ന് മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം. അത് ബീഫ് മസാല ചേർക്കുന്നുണ്ടേ. പിന്നെ അങ്ങനെ ബീഫ് മസാല ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി നമ്മൾ വഴറ്റുന്നുണ്ട്. ബീഫ് വേറെ മസാല വേറെ നിൽക്കും. മസാല നല്ലോണം കലങ്ങിയിട്ടില്ലല്ലോ. അത് നമ്മൾ പിന്നെ സാധനം താമസിച്ചോണ്ടല്ലേ. അല്ല എന്നാലും അങ്ങനെ നല്ല ഇത് വേണ്ടേ. മാമ ഇപ്പം ചേർക്കുന്നത് എന്താണെന്ന് പറ. കുരുമുളക് പൊടി ചേർക്കണം. അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കണ്ട കേട്ടോ. ഓക്കെ. നമ്മൾ ഏകദേശം നമ്മൾ മസാല വന്ന ശേഷം നമ്മൾ ഗരം മസാലയാണ് ഇപ്പോൾ മാമ ചേർത്തിരിക്കുന്നത്. അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിടിക്കണം. ഇതിലിപ്പം കുറച്ച് കറിവേപ്പിലും പുതിന മല്ലിച്ചപ്പ് ചേർന്നുണ്ട്. ചെറുനാരങ്ങ വീഴുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്നും വേണ്ട, അങ്ങനത്തെ സാധനം വേണ്ട. എല്ലാം ഉണ്ട്. നമ്മളൊരു നാരങ്ങ ഫുള്ള് ചെറുനാരങ്ങ ഫുള്ള് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കണം. ചിക്കൻ നമുക്കൊരു അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഇത്തിരി വറുത്ത ഉള്ളി ചേർക്കുന്നുണ്ട്. അതിൽ ചേർത്തു. ഇതിൽ ഉള്ളി പിന്നെ എന്തൊക്കെയാണ്? ഉള്ളി തന്നെ, ഉള്ളി മാത്രമേ ഇല്ല. ഓക്കെ. ഇത് ചോറ് വെക്കാൻ വേണ്ടി നമ്മൾ അരി എടുക്കണം, അളന്നെടുക്കുന്നു. ഇത് രണ്ട് വേറെ 3 4 നല്ലത് മതിയോ? 5 ഒരു 5 നോക്കണം. ഇതിനെ കഴുകി പൊട്ടിയാക്കുള്ളൂ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി 5 കിലോ അരി നമ്മൾ കപ്പിൽ അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെടുത്ത് ഇതിനകത്ത് കഴുകി
വെള്ളം പറ്റി മസാല ശരിക്കും നെയ്ച്ചോറാക്കാൻ പോവാണ്. നമ്മൾ 5 കിലോ അരി നേരത്തെ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒരു കഴുകി വെള്ളം നന്നായിട്ട് എന്താ പറയുക ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ട നെയ്ച്ചോറ് റെഡിയാക്കാൻ പോവാണ്. ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ അത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പറ ഇത് ഇഞ്ചി അത് പറയാനുള്ള ആവശ്യമില്ല. ഇത് ഇഞ്ചി പച്ചമുളകെല്ലാം അല്ലാണ്ട് പാട്ടിനെ മാമൻ്റെ സ്പെഷ്യൽ ഇത് എന്താ പറയുക നെയ്ച്ചോറ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും വഴറ്റും. ഒരു പൊട്ടലേക്ക് ഇതിലേക്ക് വെക്കണമല്ല ഒരു ഫുള്ള് വെക്കമുള്ള അതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമ്മൾ അതിലേക്ക് 7 ഗ്ലാസ് വെള്ളം 7 കപ്പ് 5 ഗ്ലാസ് അരിക്ക് 5 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. വൈദ്യുതി നീളം ശ്രദ്ധിക്കല്ലേ, നീ എണ്ണം നോക്കണേ. 5 രണ്ടും കൂടി ഏഴായില്ലേ? ഒന്നും കൂടി വെച്ചോ. എന്നുവെച്ചാൽ ഏതായാലും ശ്രദ്ധിക്കല്ലേ മതി. ആഴ്ച ക്യാരറ്റ് മസാലകൾ ഇടുന്ന കേട്ടോ. പട്ട ഗ്രാമ്പു പട്ട ഗ്രാമ്പു മല്ലിച്ചപ്പ് പുതിന ക്യാരറ്റ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാമന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 kg ഒഴിക്കുന്നുണ്ട്. ഒന്നുകൂടി പറ മാമ. ഇലക്കല്ലേ കലത്ത് വേറിയുണ്ട്. മെല്ലെ 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 തട്ടെ. നമ്മൾ കഴുകി വെച്ച അരി ഇതിന് വെള്ളമുണ്ട്. തട്ടിക്ക ഇതിന് 150 പറഞ്ഞില്ല എന്നോട്. ഇല്ല, ഞാൻ അതിലെ മാമോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെള്ളം വീട്ടിൽ നോട്ടില്ലേ. ഗൈസ് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് മാമന്റെ വഴക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് വെള്ളം നല്ലവണ്ണം ഊറ്റിയിട്ട് മാത്രമേ നമ്മൾ ഇടാവൂ കേട്ടോ. വെള്ളം അധികം ഉണ്ടായിട്ടില്ലല്ലേ? അധികം ഉണ്ടായി. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, നെയ്ച്ചോറ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്ലേ ഓരോ കാര്യങ്ങൾ ചേർക്കുകയാണ്. മസാല ഗരം മസാല ഇത് ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പല്ലോ. ഉള്ളി അണ്ടിപ്പരിപ്പ് നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉള്ളി മുന്തിരി കുറച്ച് ഗരം മസാല ഇവയൊക്കെ ചേർത്ത് കറിവേപ്പില മല്ലിയില ഇവയൊക്കെ ചേർത്തിട്ട് മാമൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചു. ഇനി കുറച്ച് നേരം അത് അങ്ങനെ അടച്ചു വെക്കണം. നമ്മളെ ചോറ് റെഡി.